വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം. ഇസ്രായേൽ അത്താറിയും വഴി വരുന്നെന്ന് നെഗേബിൽ വസിച്ചിരുന്ന ആരാദിന്റെ രാജാവായ കാനാന്യർ കേട്ടു. അവൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് കുറെ പേരെ തടവുകാരായി പിടികൂടി. കർത്താവിനൊരു നേർച്ച നേർന്നുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ നിശ്ചയമായും ഏൽപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ ഉന്മൂലനാചാര വിധേയമാക്കും. കർത്താവ് ഇസ്രായേലിന്റെ സ്വരം ശ്രവിച്ച് കാനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ അവരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ച് സ്ഥലപ്പേര് ഹോർമ എന്ന് വിളിച്ചു. അവർ ഹോർ മലയിൽ നിന്നും ഏദോം ദേശം ചുറ്റാൻ ചെങ്കടലിന്റെ വഴിക്ക് നീങ്ങി. വഴിക്ക് ജനത്തിന്റെ മനസ്സുമെടുത്തു. ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാനായി നിങ്ങൾ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതെന്തിന്? എന്തെന്നാൽ അപ്പമില്ല, വെള്ളവുമില്ല. വിലകെട്ട അപ്പം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് കഴിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ ദംശിച്ചു. ഇസ്രായേലിൽ നിന്നും ഏറെ ജനം മരിച്ചു. ജനം മോശയുടെ അടുക്കലെത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു. കാരണം ഞങ്ങൾ കർത്താവിനും നിനക്കുമെതിരായി സംസാരിച്ചു. ഞങ്ങളിൽ നിന്നും സർപ്പഗണത്തെ പിൻവലിക്കാൻ കർത്താവിന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഒരു അഗ്നിസർപ്പത്തെ നിനക്കായി ഉണ്ടാക്കുക. അതിനെ ഒരു വടിമേൽ സ്ഥാപിക്കുക. ദംശിതനാകുന്ന ആരും അതിനെ നോക്കിയാൽ ജീവിക്കും. മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിമേൽ സ്ഥാപിച്ചു. സർപ്പം ഒരാളെ ദംശിക്കാനിടയായാൽ അവൻ പിച്ചള സർപ്പത്തെ നോക്കും. അപ്പോൾ അവൻ ജീവിക്കും. അനന്തരം ഇസ്രായേല്യർ നീങ്ങി ഒബോത്തിൽ പാളയമടിച്ചു. അവൻ ഒബോത്തിൽ നിന്നും പാളയം നീക്കി മോവാബിനെതിരെ സൂര്യോദയ ദിക്കിലുള്ള മരുഭൂമിയിൽ ഇയെ അബീറീമിൽ തങ്ങി. അവിടെ നിന്ന് അവൻ നീങ്ങി സെരേദിന്റെ താഴ്വരയിൽ പാളയമടിച്ചു. അവർ അവിടെ നിന്ന് പാളയം നീക്കി മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്നും പുറപ്പെടുന്ന അർണോൺ നദിയുടെ മറുകരയിൽ തങ്ങി. എന്തെന്നാൽ മോവാബ്യർക്കും അമോര്യർക്കുമിടയിൽ മോവാബിന്റെ അതിരാണ് അർണോൺ. അതിനാൽ കർത്താവിന്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്നു, സുഫായിലെ വാഹേബിനൊപ്പവും അർണോൺ നദീതടങ്ങൾക്കൊപ്പവും 6 പീഠഭൂമിയിലേക്ക് നീളുന്ന നദീതടങ്ങളുടെ അടിവാരം മോവാബിന്റെ അതിർത്തിയിലേക്ക് ചായുന്നു. അവിടെ നിന്ന് ബേറിലേക്കും. ഈ ബേറിനെ പറ്റിയാണ് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് മോശയോട് കർത്താവ് പറഞ്ഞത്. അതിനാൽ ഇസ്രായേൽ ഈ ഗാനം ആലപിക്കുന്നു. കിണറെ നിർഗളിക്കുക, നിങ്ങൾ അതിനോട് പാടുവിൻ. പ്രഭുക്കന്മാർ അത് കിണറായി കുത്തി, ജനനേതാക്കന്മാർ അത് കുഴിച്ചു. ചെങ്കോല് കൊണ്ടും താങ്ങുവടികൾ കൊണ്ടും മരുഭൂമിയിൽ നിന്നുള്ള ഒരു സമ്മാനം. മത്താനായിൽ നിന്നും നഹലിയേൽ, നഹലിയേലിൽ നിന്ന് ബാമോത്ത്, ബാമോത്തിൽ നിന്നും തരിശു ഭൂമുഖം കീഴ്ദർശനമായുള്ള പിസ്ഗ ശൃംഗത്തിന്റെ മോവാബ് പീഠഭൂമിയിലെ ഹഗായി. അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ പറയാനായി ദൂതന്മാരെ ഇസ്രായേൽ അയച്ചു. നിന്റെ ദേശത്തിലൂടെ ഞാൻ കടന്നു പോകട്ടെ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തങ്ങുകയില്ല, കിണറിലെ വെള്ളം കുടിക്കുകയുമില്ല. നിന്റെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ സഞ്ചരിച്ചു കൊള്ളാം. എന്നാൽ തന്റെ അതിർത്തിയിൽ കടക്കുന്നതിന് സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. സീഹോൻ തന്റെ ജനത്തെയെല്ലാം കൂട്ടി ഇസ്രായേലിനെ നേരിടുന്നതിന് മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഹാസിലെത്തി ഇസ്രായേലിനെതിരെ അവൻ യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കി. അർണോൺ മുതൽ യാബോക്ക് വരെ, അതായത് അമ്മോന്യർ വരെയുള്ള അവന്റെ ദേശം കൈവശപ്പെടുത്തി. അമ്മോന്യരുടെ അതിർത്തി തികച്ചും ശക്തമായിരുന്നു. ഇസ്രായേൽ ആ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. അമ്മോര്യരുടെ എല്ലാ നഗരങ്ങളിലും ഹെഷ്ബോണിലും അതിന്റെ എല്ലാ ഗ്രാമങ്ങളിലും അവർ വാസമർപ്പിച്ചു. ഹെഷ്ബോൺ അമോര്യ രാജാവായ സീഹോന്റെ നഗരമായിരുന്നത് കൊണ്ടാണ് അവൻ മോവാബിലെ മുൻ രാജാവിനെതിരെ യുദ്ധം ചെയ്ത് അർണോൺ വരെയുള്ള അവന്റെ ദേശമത്രയും അവന്റെ കയ്യിൽ നിന്നും പിടിച്ചടക്കിയത്. അതുകൊണ്ടാണ് നാടോടി ഗായകർ ചൊല്ലുന്നത്, ഹെഷ്ബോണിലേക്ക് വരുവിൻ, അത് പണിയപ്പെടട്ടെ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിതമാകട്ടെ.
എന്നാൽ ഹെഷ്ബോണിൽ നിന്നും അഗ്നി പുറപ്പെട്ട് സീഹോന്റെ പട്ടണത്തിൽ നിന്നും അഗ്നിനാളം മോവാബിന്റെ ആർ ദേശത്തെ അത് വിഴുങ്ങി. അർണോൻ പൂജാഗിരികളുടെ നാഥന്മാരെ തന്നെ. മോവാബെ, നിനക്ക് ദുരിതം. കെമോഷിന്റെ ജനമേ, നീ നശിച്ചു. അഭയാർത്ഥികളായി തന്റെ പുത്രന്മാരെയും ബന്ധനത്തിൽ തന്റെ പുത്രിമാരെയും അവൻ അമോര്യ രാജാവായ സീഹോന് വിട്ടുകൊടുത്തു. നമ്മൾ അവരെ എയ്തു. ദീബോൻ വരെ ഹെഷ്ബോൺ നശിച്ചു. നെഫഹ് വരെ, അതായത് മെദേബ വരെ നമ്മൾ തകർത്തു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമാക്കി. യാസേറിനെ ഉറ്റുനോക്കുന്നതിന് മോശ ആളയച്ചു. തുടർന്ന് അവർ അതിന്റെ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ ബാഷാന്റെ വഴി ലക്ഷ്യം വെച്ച് മുന്നേറി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗ് അവനും അവന്റെ സകല ജനവും എദ്രോയിൽ വച്ച് അവരെ നേരിടാനായി യുദ്ധത്തിൽ പുറപ്പെട്ടു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, എന്നാൽ അവനെയും അവന്റെ സകല ജനത്തെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നീ ചെയ്തതുപോലെ അവനോട് നീ ചെയ്യണം. അവർ അവനെയും അവന് പിന്തുടർച്ച അവശേഷിക്കാതാകും വരെ അവന്റെ പുത്രന്മാരെയും അവന്റെ ജനം മുഴുവനെയും കൊന്നൊടുക്കുകയും അവർ അവന്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം. ഇസ്രായേലിയർ നീങ്ങി മോവാബ് സമതലങ്ങളിൽ ജെറിക്കോയുടെ ജോർദാന് മറുകരയിൽ പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിന്റെ മകൻ ബാലാക്ക് കണ്ടു. ആ ജനത്തിനു മുമ്പിൽ മോവാബ് ഏറെ ഭയന്നു, കാരണം അത് വലുതായിരുന്നു. ഇസ്രായേലിയർക്ക് മുമ്പിൽ മോവാബ് പരിഭ്രാന്തമായി. മിദിയാനിലെ പ്രമാണികളോട് മോവാബ് പറഞ്ഞു, കാള വയലിലെ പച്ചപ്പ് തിന്നൊടുക്കുന്നത് പോലെ ഈ കൂട്ടം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നക്കിയെടുക്കും. സിപ്പോറിന്റെ മകൻ ബാലാക്ക് ആയിരുന്നു അക്കാലത്ത് മോവാബിന്റെ രാജാവ്. അവൻ നദീതീരത്ത് സ്വജന വിഭാഗത്തിന്റെ നാടായ പെത്തോറിലേക്ക് ബയോറിന്റെ പുത്രനായ ബാലാമിനെ കണ്ടുമുട്ടാനും ഇപ്രകാരം പറയാനുമായി അവന്റെ പക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്നും ഒരു ജനം പുറപ്പെട്ടിരിക്കുന്നു. ഇതാ, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. അത് എനിക്കടുത്തായി വാസമാക്കിയിരിക്കുകയാണ്. അത് എന്നെക്കാൾ പ്രബലമായതുകൊണ്ട് ഇപ്പോൾ നീ സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനായിരിക്കുമെന്നും നീ ശപിക്കുന്നവൻ ശബ്ദനായിരിക്കുമെന്നും എനിക്കറിയാവുന്നതുകൊണ്ട് ഒരു പക്ഷേ അതിനെ പ്രഹരിക്കാനും ദേശത്തു നിന്ന് അതിനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കും. മോവാബിലെ പ്രമാണിമാരും മിദിയാനിലെ പ്രമാണിമാരും തങ്ങളുടെ കൈവശം പ്രാശ്നിക ദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാമിന്റെ പക്കൽ ചെന്ന് ബാലാക്കിന്റെ വാക്കുകൾ അവരോട് ഉണർത്തിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർക്കുവിൻ. കർത്താവ് എന്നോട് സംസാരിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മോവാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോട് കൂടെ താമസിച്ചു. ദൈവം ബാലാമിന്റെ പക്കലെത്തി ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ ആളുകൾ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മോവാബ് രാജാവും സിപ്പോറിന്റെ മകനുമായ ബാലാക്ക് എന്റെ പക്കൽ സന്ദേശമയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ജനം, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. ഇപ്പോൾ നീ വന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. ഒരു പക്ഷേ അതുമായി യുദ്ധം ചെയ്യാനും അതിനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കും. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും വരുത്, എന്നാൽ അത് അനുഗ്രഹീതമാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളുവിൻ, കാരണം ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നതിനുള്ള അനുവാദം കർത്താവ് നിഷേധിച്ചിരിക്കുന്നു. മോവാബ് പ്രഭുക്കന്മാർ എഴുന്നേറ്റ് ബാലാക്കിന്റെ പക്കൽ ചെന്ന്, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിന് ബാലാം വിമുഖനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ബാലാക്ക് അവരെക്കാൾ സംഖ്യാതീതരും പ്രഗത്ഭരുമായ പ്രഭുക്കന്മാരെ അയക്കാനാണ് വീണ്ടും ഒരുമ്പെട്ടത്. അവർ ബാലാമിന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, സിപ്പോറിന്റെ മകൻ ബാലാക്ക് ഇങ്ങനെ പറയുന്നു, എന്റെ പക്കലേക്ക് സഞ്ചരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറരുതേ. ഞാൻ നിന്നെ ഉത്തരോത്തരം ബഹുമാനിക്കാം. നീ എന്നോട് പറയുന്നതെന്തും ഞാൻ ചെയ്തു കൊള്ളാം. സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിന്റെ സേവകരോട് ബാലാം മറുപടിയായി പറഞ്ഞു, ബാലാക്ക് അവന്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും ചെറുതോ വലുതോ ആയി എന്തെങ്കിലും ചെയ്യാൻ എന്റെ ദൈവമായ കർത്താവിന്റെ നിർദ്ദേശം ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളും രാത്രി താമസിക്കുവിൻ,
കർത്താവ് കൂടുതലായി എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിന്റെ പക്കൽ വന്ന് അവനോട് പറഞ്ഞു, ആ ആളുകൾ നിന്നെ വിളിക്കാൻ വന്നതാണെങ്കിൽ നീ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക. എന്നാൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെന്തോ അതുമാത്രം നീ ചെയ്യണം. ബാലാം രാവിലെ എഴുന്നേറ്റ് തന്റെ കഴുതയ്ക്ക് ജീനിയിട്ടു. മോവാബ് പ്രഭുക്കന്മാരോടൊപ്പം അവൻ യാത്ര തിരിച്ചു. അവൻ യാത്ര തിരിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ അവന് പ്രതിയോഗിയായി വഴിയിൽ നിലയുറപ്പിച്ചു. അവൻ തന്റെ കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. അവന്റെ കൂടെ അവന്റെ 2 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ദൂതനെ കഴുത കണ്ടു. വഴിയിൽ നിന്നും മാറി വയലിലൂടെ കഴുത നടന്നു തുടങ്ങി. കഴുതയെ വഴിയിലേക്ക് തിരിക്കാനായി ബാലാം അതിനെ പ്രഹരിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടങ്ങളുടെ അപ്പുറവും ഇപ്പുറവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് സ്വയം ഒതുങ്ങി. ബാലാമിന്റെ കാൽ മതിലിനോട് ചേർന്ന് ഉരഞ്ഞു. അവൻ അതിനെ പ്രഹരിക്കുന്നത് തുടർന്നു. കർത്താവിന്റെ ദൂതൻ കുറുകെ നടക്കുന്നതും തുടർന്നു. ഇടം വലം തിരിയാൻ മാർഗമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് അവൻ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബാലാമിന്റെ കീഴിലായി കിടന്നു കളഞ്ഞു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയുടെ വായി തുറന്നു. അത് ബാലാമിനോട് ചോദിച്ചു, ഈ 3 വട്ടവും നീ എന്നെ പ്രഹരിച്ചല്ലോ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ട് തന്നെ. എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പോൾ കഴുത ബാലാമിനോട് ചോദിച്ചു, നിന്റെ കഴുതയല്ലേ ഞാൻ? ഈ ദിവസം വരെ എന്നും നീ എന്റെ പുറത്ത് സവാരി ചെയ്തു. ഇപ്രകാരം എന്നോട് ചെയ്യുന്നതിന് ഞാൻ എന്നെങ്കിലും ഒരുമ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവൻ പറഞ്ഞു. കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടത് കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ദൂതനെയാണ്. അവൻ മുഖമുട്ടെ പ്രണമിച്ച് ആരാധിച്ചു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, എന്തിനെ പ്രതിയാണ് നീ നിന്റെ കഴുതയെ ഈ 3 പ്രാവശ്യവും അടിച്ചത്? എന്റെ മുമ്പിൽ നിന്റെ വഴി അപകടകരമായതുകൊണ്ട് ഞാൻ ഇതാ പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ഈ 3 വട്ടവും കഴുത എന്നെ കണ്ടിട്ട് എന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് അങ്ങനെ എന്റെ മുമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ ഇതിനകം ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എന്നെ കണ്ടുമുട്ടാൻ വഴിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ ഇത് തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ആളുകളോടൊപ്പം നീ പോയിക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനം മാത്രമേ നീ സംസാരിക്കാവൂ. ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം യാത്രയായി. ബാലാം വരുന്നു എന്ന് കേട്ടപ്പോൾ ബാലാക്ക് അവനെ എതിരേൽക്കാൻ അതിർത്തിയുടെ അറ്റത്തെ അർണോൻ പ്രദേശത്തോട് ചേർന്നുള്ള ഈർ മോവാബിലേക്ക് പുറപ്പെട്ടു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, ഞാൻ നിന്റെ പക്കലേക്ക് നിന്നെ വിളിക്കാനായി ആകാംക്ഷയോടെ ആളയച്ചില്ലേ? എന്റെ പക്കലേക്ക് എന്താണ് നീ യാത്ര തിരിക്കാതിരുന്നത്? നിന്നെ ആദരിക്കാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല എന്നതുകൊണ്ടാണോ? ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കാകുമോ എന്തോ? ദൈവം എന്റെ വായിൽ നിക്ഷേപിക്കുന്ന വചനം അതായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ബാലാം ബാലാക്കുമൊത്ത് നടന്നു. അവർ കിരിയാത്ത് ഹുസോത്തിൽ ചെന്നു. ബാലാക്ക് ആടുമാടുകളെ ബലിയർപ്പിക്കുകയും ബാലാമിനും അവന്റെ കൂടെയുണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും കൊടുത്തയക്കുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ ബാലാക്ക് ബാലാമിനെ കൂട്ടി അവനെ ബാമോത്ത് ബാൽ മല കയറ്റി. അവിടെ നിന്ന് അവൻ ജനത്തിന്റെ ബാഹുല്യം ദർശിച്ചു. 106 സങ്കീർത്തനം. ഹല്ലേലൂയാഹ്. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിന്റെ ധീരകൃത്യങ്ങൾ ആര് ഉദീരണം ചെയ്യും? അവിടുത്തെ അപദാനങ്ങളെല്ലാം ആര് ശ്രദ്ധയിൽ കൊണ്ടുവരും? എല്ലാ കാലത്തും ന്യായം പാലിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങേ ജനത്തോടുള്ള സംപ്രീതിയിൽ എന്നെ ഓർക്കണമേ. അങ്ങയുടെ രക്ഷയോടെ എന്നെ സന്ദർശിക്കണമേ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം ആസ്വദിക്കാൻ, അങ്ങേ ജനതയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അങ്ങേ അവകാശത്തോടൊപ്പം അഭിമാനിക്കാൻ എനിക്ക് ഇടയാകട്ടെ.
ഞങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തിന്മ ചെയ്തു, ദുഷ്ടത പ്രവർത്തിച്ചു. ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയുടെ വിസ്മയകൃത്യങ്ങൾ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകം അവർ അനുസ്മരിച്ചില്ല. കടൽക്കരയിൽ ചെങ്കടലിങ്കൽ അവർ മത്സരിച്ചു. എന്നിട്ടും തന്റെ പ്രാബല്യം വെളിപ്പെടുത്താൻ വേണ്ടി തിരുനാമത്തെ പ്രതി അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വരണ്ടുപോയി. മരുഭൂ സമാനമായ ആഴങ്ങളിലൂടെ അവിടുന്ന് അവരെ നടത്തി. അവിടുന്ന് അവരെ വിദ്വേഷിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരാളും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു. അവർ തിരുകീർത്തനം ആലപിച്ചു. എങ്കിലും അവർ അവിടുത്തെ പ്രവർത്തികൾ വേഗം വിസ്മരിച്ചു. അവിടുത്തെ ഉപദേശത്തിനായി കാത്തുനിന്നില്ല. മരുഭൂമിയിൽ വെച്ച് അത്യാർത്തി അവരെ പിടികൂടി. വിജനതയിൽ വെച്ച് അവർ തമ്പുരാനെ പരീക്ഷിച്ചു. അവരുടെ അഭ്യർത്ഥന അവിടുന്ന് അവർക്ക് സാധ്യമാക്കി. എങ്കിലും അവരുടെ ആർത്തി കാരണം അവിടുന്ന് ക്ഷയവ്യാധി അയച്ചു. അവർ പാളയത്തിൽ വെച്ച് മോശയോടും കർത്താവിന്റെ പരിശുദ്ധനായ അഹറോനോടും അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദദാനെ വിഴുങ്ങി. അബിറാമിന്റെ സംഘത്തെ അത് മൂടുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നി എരിഞ്ഞു, ദുഷ്ടരെ ജ്വാല ദഹിപ്പിച്ചു. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർപ്പ് വിഗ്രഹത്തെ ആരാധിച്ചു. അങ്ങനെ തങ്ങളുടെ മഹത്വം അവർ പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് കൈമാറി. തങ്ങളെ രക്ഷിച്ച തമ്പുരാനെ അവർ മറന്നു. ഈജിപ്തിൽ അവിടുന്ന് ചെയ്ത വൻ കാര്യങ്ങൾ, ഹാമിന്റെ നാട്ടിലെ വിസ്മയനീയ പ്രവർത്തികൾ, ചെങ്കടലിന് മീതെയുള്ള ഭീതിത കൃത്യങ്ങൾ തന്നെ. അവരെ നശിപ്പിക്കുന്നതിൽ നിന്നും അവിടുത്തെ ക്രോധം പിൻവലിപ്പിക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്തവനായ മോശ തിരുമുമ്പിൽ തടസ്സമായി നിന്നില്ലായിരുന്നെങ്കിൽ അവരെ നിർമാർജനം ചെയ്യാൻ അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു. കമനീയമായ ദേശം അവർ നിരസിച്ചു, അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, കർത്താവിന്റെ സ്വരം അനുസരിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവർക്കെതിരെ കരമുയർത്തി. മരുഭൂമിയിൽ അവരെ വീഴ്ത്തേണ്ടതിനും ജനതകളുടെ ഇടയിൽ അവരുടെ സന്തതികളെ വീഴ്ത്തേണ്ടതിനും നാടുകളിൽ അവരെ ചിതറിക്കേണ്ടതിനും തന്നെ. അവർ പെയോറിലെ ബാലിനോട് ചേർന്നു മൃതർക്കുള്ള ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് അവിടുത്തെ പ്രകോപിപ്പിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് വിധി നടപ്പാക്കി. മഹാമാരി നിലയ്ക്കുകയും ചെയ്തു. തന്മൂലം അത് അവന് തലമുറയിലേക്ക് നിത്യതയോളം നീതിയായി കരുതപ്പെട്ടു. മെറീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ രോഷമുളവാക്കിയപ്പോൾ അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവന്റെ ചൈതന്യത്തെ ദുഃഖിപ്പിച്ചതിനാൽ തന്റെ അധരങ്ങൾ കൊണ്ട് അവൻ പുലമ്പി. നശിപ്പിക്കാൻ കർത്താവ് തങ്ങളോട് കൽപ്പിച്ചിരുന്ന ജനങ്ങളെ അവർ നശിപ്പിച്ചില്ല. അവർ ജനതകളോട് ഇടകലർന്ന് അക്കൂട്ടരുടെ കർമ്മങ്ങൾ അഭ്യസിച്ചു. അക്കൂട്ടരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അവ അവർക്ക് കെണിയായി തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ ദുർദേവതകൾക്ക് ബലിയർപ്പിച്ചു. അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ രക്തം കൊണ്ട് നാട് ദൂഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മലിനരായി. തങ്ങളുടെ ചെയ്തികളാൽ അവർ വ്യഭിചരിച്ചു. കർത്താവിന്റെ കോപം തന്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. തന്റെ അവകാശം അവിടത്തേക്ക് അറപ്പായി. അവിടുന്ന് അവരുടെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വിദ്വേഷകർ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവരുടെ കൈക്കീഴിൽ അവർ വിനീതരാക്കപ്പെട്ടു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവരാകട്ടെ തങ്ങളുടെ ദുരുപദേശത്താൽ ധിക്കാരികളായി. തങ്ങളുടെ കുറ്റത്താൽ അവർ അധപതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ടപ്പോൾ അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവരോടുള്ള തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേഖമനുസരിച്ച് അവിടുന്ന് മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയ എല്ലാവർക്കും മുമ്പിൽ ആർദ്രതാപാത്രങ്ങളാകാൻ അവർക്ക് അവിടുന്ന് ഇടവരുത്തി. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പരിശുദ്ധിയുടെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അങ്ങേ സ്തുതിപ്പിൽ അഭിമാനം കൊള്ളാനും ജനതകളിൽ നിന്നും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിത്യത മുതൽ നിത്യത വരെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം
2 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ലോകനിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. സിറിയയിൽ ക്വിരീനിയോസ് ദേശാധിപതിയായിരിക്കുമ്പോൾ ഈ 1-ാമത്തെ പേരെഴുത്തു നടന്നു. പേരെഴുതിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ ജോസഫ് ഗലീലയിലെ നസ്രത്ത് എന്ന നഗരത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ നഗരമായ ബെത്ലഹേമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയത്തോടുകൂടെ പേരെഴുതിക്കാൻ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി. അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്: പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തി. കണ്ടു കഴിഞ്ഞപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.